കണ്ടിന്യൂഷനായിട്ട് ഈ എപ്പിസോഡ് അത് തീർന്നതിൽ ഞാൻ പറയും, തുടങ്ങുമ്പോഴും പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആണ്, അത് ആ സെക്ഷനായിരുന്നു. അത് നമുക്ക് മനോഹരമായി കൺക്ലൂഡ് ചെയ്ത് തീർക്കാം.
കാമ്പുണർത്തി പ്രകാശിക്കും ദർശനം നിത്യം ഗുരുപാദം കുമ്പിടുന്നേ കുമ്പിടുന്നേ ഗുരുപാദം ഞാൻ എപ്പോഴും കുമ്പിടുന്നേ ഗുരു ഭക്തന്മാരെ കുമ്പിടുന്നേ ഗുരു ഭക്തരെ ദിക്കുന്നു ഞാനിതാ കുമ്പിടുന്നേ കുമ്പിടുന്നേ ഗുരുപാദം ഞാൻ എപ്പോഴും കുമ്പിടുന്നേ ഗുരു ഭക്തന്മാരെ കുമ്പിടുന്നോർക്കു മുക്തിയെ നൽകുവാൻ ഞാനിതാ കുമ്പിടുന്നേ സാംബ സദാശിവ സാംബ സദാശിവ സാംബ സദാശിവ സാംബ ശിവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ ശംഭോ മഹാദേവ സാംബ ശിവ. ഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ക്ലാസ് കൊണ്ടുപോയത് 2 സെഷനായിട്ടാണ്. അതിൽ പ്രധാനപ്പെട്ട സെഷനിൽ ഇന്നലെ നമ്മൾ കാശ്മീരി ശൈവാഗമങ്ങളെ ഭംഗ്യന്തരേണ സമന്വയിപ്പിച്ച് ഉപസംഹരിക്കുകയാണ്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട് അത്യാവശ്യം 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന്, വൈകുന്നേരത്തെ ഒരു അനുഷ്ഠാന പദ്ധതി എന്ന നിലയിലുള്ള ചോദ്യത്തിന് ഉത്തരമായാണ് നമ്മൾ ക്ലാസ് എടുത്തു പോകുന്നത്. അത് നമുക്ക് ഇന്നലെ തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതിനെയും കൂടി ഒന്ന് രാവിലെ കഴിയുന്നത്ര വേഗതയിൽ ഒന്ന് ഒതുക്കി തീർത്തിട്ട് താന്ത്രികമായ ഗുരുസങ്കല്പത്തെയും നിങ്ങളെ ബോധ്യപ്പെടുത്തി ഈ ക്ലാസ് ഇത്തവണ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക. തന്ത്രാഗമങ്ങളുടെ അല്പമാത്രമായ ചരിത്രവും തന്ത്രത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും അല്പമാത്രമായി താന്ത്രികാനുഷ്ഠാനത്തിൽ സർവോത്തമമായ മഹാഷോഡശിയുടെ അനുഷ്ഠാന തലവുമാണ് നമ്മൾ ഈ ക്ലാസ്സിലെടുത്തത്. അതിൽ അവസാനത്തതിൻ്റെ ഭാഗമാണ് അല്പം തീരാനുള്ളത്. അതൊന്ന് ഓടിച്ചു തീർത്ത് അവസാനിപ്പിച്ച് നമുക്ക് കരണീയമായ തന്ത്ര ഗൗരവം, താന്ത്രിക തലത്തിലെ ഗുരുസങ്കല്പം, അത് വളരെ വിപുലമായ വിഷയമാണ്. എങ്കിലും പരമാവധി അതിൽ നിന്ന് ശ്ലോകങ്ങളെ വളരെ കുറച്ചെടുത്ത്, ശ്ലോകങ്ങളൊന്നും പഠിപ്പിക്കുന്നില്ല, അതിൻ്റെ ആശയം മാത്രം. മറ്റതിന് ഞാൻ ഒരുങ്ങിയാൽ
നിക്കക്കള്ളിയില്ലാത്തിടത്താണ് എത്തുക പലപ്പോഴും. അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. എങ്കിലും അതിൻ്റെ ആശയം അല്പവും ചോരാതെ ഒരു 10-15 ശ്ലോകങ്ങളിലുള്ള ആശയത്തെ എത്ര ചുരുക്കി പറയാൻ കഴിയുമോ അത്രയും ചുരുക്കി പറഞ്ഞ് ഈ ക്ലാസ് നമുക്ക് ഉച്ചയോടുകൂടി അവസാനിപ്പിച്ച് പ്രസാദവുമൊക്കെ കഴിച്ച് ഭംഗിയായി പോകും. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സെഷൻ കഴിയുമ്പോൾ സംഘാടകർ പറയും. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ആലോചിക്കുകയും ചെയ്യും. ഹൃദയകമലത്തിൽ അരുണയായ ഭഗവതിയെ ധ്യാനിച്ച് ഉപാസിക്കുന്ന സാധകൻ പുരുഷരൂപം ധരിച്ച സരസ്വതീദേവി എന്ന പോലെ ശൃംഗാരരസപ്രധാനങ്ങളായ വാഗ്വിലാസങ്ങളാൽ സഭാവാസികളെ സന്തോഷിപ്പിച്ച് രസിപ്പിക്കും. മാതൃകാക്ഷരാത്മികയായ സരസ്വതീ രൂപയായിട്ടു തന്നെ സാരസ്വതത്തെ, വാക്സിദ്ധിയെ പ്രദാനം ചെയ്യുന്നത് യുക്തമാകുന്നു. അരുണവർണ്ണ ധ്യാന മാഹാത്മ്യത്താൽ വാഗ്വിലാസ പ്രവർത്തനം ശൃംഗാരരസപ്രധാനമായിത്തീരുന്നു. ഇങ്ങനെയാണ് ലോകത്ത് സന്തുഷ്ടമായി ജീവിക്കാൻ പറ്റുന്നത്. തൻ്റെ വാഗ്വിലാസങ്ങളെ അനുനിമിഷം ഭൈരവിമാരുടെ സമ്മേളന ഭാവമായി മാറ്റിയെടുക്കുമ്പോഴാണ് ഈ ലോകത്ത് താൻ ജീവിച്ചിട്ടുള്ളതിൻ്റെ പ്രയോജനം തനിക്കും അന്യർക്കുമുണ്ടാകും. ഒരു വ്യക്തി അവനെ വ്യക്തമാക്കുന്നത് അന്യഹൃദയങ്ങളിൽ വാക്കുകൊണ്ടാണ്. എങ്ങനെ ഒരാൾ തനിക്ക് വ്യക്തമാകുന്നു എന്ന് അയാളെക്കുറിച്ച് പറയാൻ ആവാതാവുകയും അയാളുടെ വാക്ക് തൻ്റെ ശൈവവും ശാക്തേയവുമായ ഭാവങ്ങളെ സമ്മേളിപ്പിക്കുന്ന അന്തരിന്ദ്രിയ വിലാസമായി മാറുകയും ചെയ്യുമ്പോഴാണ് ഏതു വ്യക്തിയും നാമം, രൂപം മുതലായവയെയും തൻ്റെ ലൗകികങ്ങളായ ഗോത്ര സൂത്രാദികളെയും കടന്ന് മന്ത്രശരീരിയായി മഹത്തായ ആധ്യാത്മിക സാമ്രാജ്യത്തിൽ വിരാജിക്കുന്നത്. ഇടത് കണ്ണിൽ ജമദഗ്നിയും വലത് കണ്ണിൽ വിശ്വാമിത്രനും ഇടതു ചെവിയിൽ ഭരദ്വാജനും വലതു ചെവിയിൽ ഗൗതമനും ഒക്കെയായി ഋഷികളെ തൻ്റെ അന്തർഗതങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന വാക്സിദ്ധിയെ പ്രദാനം ചെയ്യുവാൻ തന്ത്രാഗമങ്ങളുടെ അകപ്പൊരുളറിഞ്ഞ ഒരു തപസ്വിക്ക് കഴിയുമ്പോഴാണ് അയാൾ തങ്ങൾ പരിചയപ്പെട്ടതോ പരിചയപ്പെടുന്നതോ ആയ വ്യക്തി അല്ലാതായി മാറുന്നു.
ഈ അഭൂതപൂർവമായ അനുഭവത്തെയാണ് ഭൂതത്തെയും വർത്തമാനത്തെയും ഭാവിയെയും കോർത്തിണക്കുന്നതും വാക്കിന് പിന്നാലെ സത്യത്തെ ആനയിച്ചു കൊണ്ടുവരുന്നതും ആയ തലങ്ങളിലേക്ക് പുരുഷരൂപം ധരിച്ച സരസ്വതിയായി അയാൾ സഞ്ചരിക്കുന്നത്. ഇത് വാമകേശ്വര തന്ത്രത്തിൽ അരുണാഖ്യം ഭഗവതീം അരുണാഭാം വിചിന്തയത് പാശാങ്കുശധരം ദേവീം ധനുർബാണധരം ശിവം വരദാഭയഹസ്തം ച പുസ്തകക്ഷസ്രഗന്വിതം അഷ്ടബാഹും ത്രിണയനം ഖേലന്തീമൃതം ബുധൗ സകരോത്യേവ ശൃംഗാരരസാസ്വാദനലംബടൻ സഭാസദ സഭാ സർവൻ സാധകേന്ദ്ര സഭസ്ഥലേ എന്ന് പറയുന്നു. അരുണവർണ്ണത്തോടു കൂടിയവളും പാശാങ്കുശങ്ങളെയും വരദാഭയമുദ്രകളെയും പുസ്തകം അക്ഷമാല ഇവയെയും 8 തൃക്കൈകളിൽ ധരിച്ചിരിക്കുന്നവളും 3 തൃക്കണ്ണുകളുള്ളവളും അമൃതസമുദ്രത്തിൽ ക്രീഡിക്കുന്നവളും അരുണ എന്ന പേരോടുകൂടിയവളും മംഗളരൂപിണിയുമായ ദേവിയെ ധ്യാനിക്കുന്ന സാധക ഇന്ദ്രൻ സദസ്സുകളിൽ തൻ്റെ വാക്സാമർഥ്യത്താൽ സഭാവാസികളെ ശൃംഗാരരസാസ്വാദന ലംബടന്മാരാക്കി തീർക്കുന്നു എന്ന് പറയുന്നു. ബിന്ദുശ്രേഷ്ഠയും സമ്യക് ഹരതീതി വിശ്വം എന്ന നിലയിൽ ഈശ്വരയും സദാശിവയും ആയ ബിന്ദുക്കൾ പ്രഭുത്വവും മംഗളകരവും ആകുന്നു. ഇതാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം. മഹാഷോഡശിയെ ഉപാസിച്ച് മനോജ്ഞമായ നിലയിലേക്ക് സാധകൻ എത്തുമ്പോൾ ഇതൊക്കെ അയത്നലളിതമായി സാധിക്കുന്നു. അതിന് ശബ്ദവിഭാഗത്തെയും അറിയുന്നത് നല്ലതാണ്. നസോസ്തി പ്രത്യയോ ലോകേ ച ശബ്ദാനുഗമാതൃതേ അനുവിദ്ധമിവ ജ്ഞാനം സർവം ശബ്ദേന ഭാസതേ. ഹരികാരി കാരികയിൽ പറയുന്നതാണ്. നാസോസ്തി പ്രത്യയോ ലോകേ ച ശബ്ദാനുഗമാതൃതേ അനുവിദ്ധമിവ ജ്ഞാനം സർവം ശബ്ദേന ഭാസതേ. അതുകൊണ്ടാണ് നേരത്തെയും പറഞ്ഞത്, ഒരു ശബ്ദം ഉരുവിടുമ്പോൾ സൂക്ഷിക്കണം. എന്നെയാണ് ഞാൻ അതിൻ്റെ കൂടെ വിടുന്നത്. തിരിച്ചു വരാത്ത ലോകങ്ങളിലേക്ക് എൻ്റെ ശബ്ദം കടന്നു പോകുമ്പോഴെല്ലാം ഞാൻ ശബ്ദത്താൽ വിസ്താരിതമാവുകയാണ്. എന്നെ വിസ്തരിപ്പിക്കുവാൻ, എനിക്ക് വിസ്തൃതി ഉണ്ടാക്കുവാൻ ശബ്ദം, സന്താനം ഇതെല്ലാം കാരണമാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ പാരമ്പര്യത്തെ ഈ ലോകത്ത് വിസ്തരിപ്പിച്ചത്? എൻ്റെ സന്തതി പരമ്പരകളിലൂടെ.
ഉത്തമനായ ഒരുവൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന്, അധമനായ ഒരുവൻ ഇവിടെ ഉണ്ടായിരുന്നുവെന്ന് ലോകത്തിന് നോക്കിയാൽ മനസ്സിലാകുന്നത് സന്താനങ്ങളിലൂടെയാണ്. സങ്കല്പവും കാമവുമെല്ലാം സമുജ്വലമായി തീർന്ന് എൻ്റെ ആഗ്രഹങ്ങളിലൂടെ എന്നെ ഈ ലോകത്ത് വിസ്തരിപ്പിക്കുവാൻ ഞാൻ എന്നെ തന്നെ ബോധാത്മികയായ ദേവിയുടെയും പുരുഷാത്മികനായ സദാശിവന്റെയും പുരുഷന്റെയും ശക്തിയുടെയും സന്തത സമ്മേളനത്തില് എന്നെ തന്നെ ഞാൻ പറിച്ചു വെച്ചതാണ് സന്താനം. അതേ സങ്കല്പങ്ങൾ എൻ്റെ സങ്കല്പവും കാമവും എപ്രകാരമാണോ ഞാനെന്ന നിലയിൽ നിന്ന് സന്തതിയായി തനുവിസ്താരേ എന്ന നിലയിൽ വിസ്തരിച്ച് വികസിച്ചു വരുന്നത്, അതേപോലെ തന്നെയാണ് എൻ്റെ സങ്കല്പവും കാമവും വാക്കുകളായി എന്നെയും കൊണ്ടുപോകുന്നത്. ഓരോ വാക്കിലും എൻ്റെ തനു വിസ്തരിക്കുന്നുണ്ട്. ഓരോ വാക്കിലും ഞാനുണ്ട്. തന്ത്രാഗമങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത് വാക്കിലാണ്. അവളോടും അവനോടും അതിനോടും എല്ലാം സംവദിച്ചപ്പോഴുപയോഗിച്ച ഏതു വാക്കിലും ഞാനുണ്ട്. ഏതു വാക്കെന്നെ വിസ്തരിച്ചിട്ട് അതിൽ ഞാനില്ല എന്ന് എനിക്ക് തോന്നുക, എനിക്ക് പറയേണ്ടി വരിക, അതിൽ ഞാനുള്ളതിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരിക എന്ന് വരുമ്പോൾ അതിൽ ഞാനില്ല എന്ന് തോന്നുന്നതെല്ലാം എൻ്റെ മൃത്യുവാണ്. തന്ത്രാഗമങ്ങളുടെ സംസ്കൃതിയുടെ സമുജ്വലമായ രഹസ്യം വാക്കിലാണ്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെന്നിൽ നിന്ന് വന്ന വാക്കിനെ എനിക്ക് തിരിച്ചെടുക്കേണ്ടി വരുമ്പോഴെല്ലാം മരണമാണെൻ്റെ ഉള്ളിൽ നടമാടുന്നത്. മൃത്യുവിൻ്റെ കെണി, അധികാരസ്വരൂപങ്ങളിലേക്ക്, പിതൃഭാവങ്ങളിലേക്ക്, മാതൃഭാവങ്ങളിലേക്ക്, ഭരണാധിപത്യത്തിലേക്ക്, ഉത്തരദായിത്വത്തിലേക്ക് എല്ലാം കയറുമ്പോൾ
വാക്കിലാണ് തപസ്സിരിക്കേണ്ടത്. ഓരോ വാക്കും മൃത്യുവിനെ കുരുക്കും. ഓരോ വാക്കും അന്തർഗതങ്ങളുടെ അനുസ്യൂതതകളെ അനുപേക്ഷണീയമായി മാറ്റിമറിക്കും. തന്ത്രസാധകൻ ജീവിത നൈരന്തര്യത്തില് നിത്യയും നിർമ്മലയും ആയ അരുണയെ ഉപാസിക്കണമെന്നത് ആഗമരഹസ്യമായിരിക്കുന്നത് ഇതുകൊണ്ടാണ്. എൻ്റെ വാക്കാകുന്ന വാഹനത്തിലേറിയാണ് എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പുത്രൻ്റെയും പൗത്രൻ്റെയും ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സഹോദരങ്ങളുടെയും ലോകരുടെയും ഹൃദയത്തിൽ എന്നെ ഞാൻ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ വാക്കുകളാകുന്ന ശക്തിരൂപങ്ങൾ ശ്രോതാവിൻ്റെ പുരുഷഭാവമാകുന്ന ശൈവരൂപങ്ങളുമായി സമ്മേളിക്കുമ്പോഴാണ് അവനെ ഞാൻ മറ്റൊരു ലോകത്തെ കാനയിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ശാന്തിയുടെ സമുജ്വലമായ ആനന്ദത്തിൻ്റെ ലോകങ്ങളിലേക്ക് യാതൊരുവൻ അവനെ വികസിപ്പിക്കുന്ന വാക്കുകളിലൂടെ അനുവാചക വൃന്ദങ്ങളെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ആ ലോകങ്ങൾ അവന്റെ ജന്മജന്മാന്തര പുണ്യങ്ങളുടെയും പാരമ്പര്യനിഷ്ഠമായ അവന്റെ ഈടുവയ്പിന്റെയും അതുല്യമായ ശാന്തിയുടെയും കേദാരമായി മാറും. ഇതേറ്റവും ശ്രദ്ധേയമാണ്. ശബ്ദത്തിന്റെ അനുഗമം കൂടാതെ, ശബ്ദത്തിൽ മറഞ്ഞു നിന്നുകൊണ്ടല്ലാതെ യാതൊരറിവും ഉണ്ടാകുന്നില്ല. ശാബ്ദികമാണ് എല്ലാ അറിവും. ശാബ്ദിക പ്രമാണമാണ് പ്രമാണങ്ങളിൽ അത്യുത്തമം. നാദാനുസന്ധാനത്തിൽ, ശാബ്ദികമായ തപസ്സിൽ യാതൊരുവൻ തന്റെ പാരമ്പര്യങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അവനിലൂടെ
കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ തലമുറകളും മുക്തി സോപാനത്തിലേക്കെത്തുന്നു. ശാബ്ദിക വിഭൂതിയുടെ ലോകങ്ങളിലേക്ക് അരുണ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആഗമമനുസരിച്ചവൻ സരസ്വതിയായി മാറുന്നു. എല്ലാ അറിവും ശബ്ദത്തിന്റെ ആകൃതിയോടുകൂടി മാത്രമേ പ്രകാശിക്കുകയുള്ളൂ. ചത്വാരി വാക്പരിണത പദാനിദാനി വിദുർബ്രഹ്മണായേ മനീഷിണ ഗുഹാത്രിണി നിഹിത നെങ്കയന്തി തുരീയം വാചോ മനുഷ്യാ വദന്തി. പരാ പശ്യന്തി വൈഖരി, മധ്യമ വൈഖരി എന്നിവയിൽ വൈഖരിയാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. മറ്റു മൂന്നും ഹൃദയം, ബുദ്ധി മുതലായ ഗുഹകളിൽ അസ്പഷ്ടമായി ലയിച്ചിരിക്കുന്നു. ഹൃദയസ്ഥാനത്തുള്ള മധ്യമ പദങ്ങൾ പ്രത്യക്ഷമല്ലാത്തതിനാൽ വ്യവഹരിക്കുവാൻ കൊള്ളില്ല. ആ ഭാഷ കൊണ്ടാണ് തപസ്സികൾ സംവേദനം ചെയ്യുന്നത്. വൈഖരികളിലൂടെ സംവദിക്കുന്ന മനുഷ്യത്വത്തിൽ നിന്ന് വാഗതീതമായ മധ്യമയിലൂടെ സംവദിക്കുന്ന ഋഷികുലം. യോഗികൾ സംവേദനം നടത്തുന്നത് വാക്കുകളിലൂടെയല്ല, മധ്യമയിലൂടെയാണ്. ബുദ്ധിസ്ഥാനത്തുള്ള പശ്യന്തി വ്യവഹാരത്തിന് കൊള്ളാത്ത വിധമന്തരമായ അർത്ഥത്തിൽ മാത്രം പ്രകാശിക്കുന്നു. ആത്മാവിലുള്ള പര കേവലം ജ്യോതിസ്വരൂപയും ശാശ്വതിയുമാണ്. അതീന്ദ്രിയജ്ഞാനമുള്ള യോഗീശ്വരന്മാർക്ക് നിർവികൽപ്പ സമാധിയിൽ സ്വയം പ്രകാശിക്കുന്നു. സാധാരണ മനുഷ്യന് സംസാരിക്കുന്ന ചിന്താസ്ഥാനമായ ഹൃദയത്തിലെ മധ്യമയും അത് വ്യക്തമാക്കുവാൻ ജിഹ്വാസ്ഥാനത്തിലുള്ള വൈഖരിയും മതിയാവും. പശ്യന്തി ആന്തരമായ അർത്ഥത്തെ കാണുന്നു. ബുദ്ധി പരിസ്പന്ദനം മാത്രമാകയാൽ അത് ദർശിക്കുവാൻ യോഗികൾക്കേ കഴിയൂ. പരാത്മയായ പരായെന്ന ഭാഗം കേവലം നാദബ്രഹ്മ പ്രകാശരൂപമാകയാൽ അതും യോഗികൾക്കെന്ന് വിശേഷിച്ച് പറയാം. അതിൽ പ്രത്യേകിച്ച് നിർവികൽപ്പ സമാധിയിലുള്ള യോഗികൾക്കുള്ളതാണെന്ന് അല്പം വേറിട്ടും പറയാം. യാതൊരു പ്രത്യേക സങ്കല്പവും ലക്ഷ്യവും കൂടാതെയുള്ള സമാധിയാകുന്നു നിർവികൽപ്പ സമാധി.
ഏതെങ്കിലും ഒന്നിൽ ദൃഢമായി ധാരണ ചെയ്യുന്ന സമാധി സവികൽപ്പമാണ്. സ്വരൂപജ്യോതിരേവാന്ത പരാവാഗ് അനപായിനി. പരാത്മപ്രകാശം തന്നെ ഉള്ളിൽ അനപായമായി, അനപായം നിത്യമായി മുറിയാതെ വാക്സ്വരൂപത്തിൽ സ്ഫുരിക്കുന്നതാണ് പര. വേദങ്ങൾ ആദ്യമായി സ്വസ്വരൂപത്തില് അതിസൂക്ഷ്മമായി പൂർവോത്തര ക്രമത്തോടുകൂടിയ ആനുപൂർവിയിൽ സമാധിയിൽ ലയിച്ചിരിക്കുന്ന യോഗിയുടെ ആത്മാവിൽ ശബ്ദജ്യോതിസായാണ് പ്രകാശിച്ചിട്ടുള്ളത്. ആ ജ്യോതിസ് തന്നെ അവർക്ക് പശ്യന്തിയായി ബുദ്ധിയെ സ്പർശിച്ചിട്ട് ആന്തരികമായ അർത്ഥം സങ്കല്പത്തിന്റെ രൂപത്തിൽ പരിണമിക്കുന്നു. ആ അനന്തരം ലോകരെ ഉപദേശിക്കുവാനുള്ള ശ്രദ്ധയിൽ മനസ്സിനെ സ്പർശിച്ചിട്ട് ഹൃദയത്തിൽ അവ്യക്തമായും ജിഹ്വാസ്ഥാനങ്ങളിൽ സ്ഥൂലമായും സ്പർശം ലഭിച്ച് അക്ഷരവ്യക്തിയും പദവിഭാഗവും പൂർവോത്തര ബന്ധവും തെളിഞ്ഞ് സംഹിതാരൂപത്തിൽ പുറപ്പെടുന്നു. ഇങ്ങനെയാണ് വേദമുണ്ടായത്. അതുകൊണ്ടാണ് അതിനെ അപൗരുഷേയം എന്ന് പറയുന്നത്. അഗ്നിമീലേ എന്നിത്യാദി വാക്യങ്ങളായി സംഹിതകൾ ഭവിക്കുന്നു. ഉപദേശത്തിനായി ലഭിച്ച സാമഗ്രി സിദ്ധിച്ച ശബ്ദരാശികളെ അതേ നിലയിൽ പകർത്തിയെന്നതല്ലാതെ ഋഷികൾ അതിൻ്റെ കർത്താക്കളല്ല, കൂട്ടാനോ കുറയ്ക്കാനോ കഴിവുള്ളവരല്ല, അധികാരമുള്ളവരല്ല. ആത്മാവിൽ ഉദിച്ചതാണ് അവർ പറഞ്ഞത്, അവർ ദർശിച്ചവർ മാത്രം. ഇതാണ് പാരമ്പര്യത്തിൽ തന്ത്രാഗമങ്ങൾ ഋഷിയെയും കരുതുന്നത്. ഓരോന്നിനും വ്യക്തതയുള്ള ചിന്തകളിലൂടെയാണിത് കടന്നു പോകുന്നത്. ഇവയെ അതിൻ്റെ അനുസ്യൂതതയിൽ പഠിക്കാതെ കേട്ടുകേൾവിയുടെയും പത്രവായനയുടെയും പേരിൽ നിന്ദിച്ചും നിഷേധിച്ചും ജീവിക്കുമ്പോഴെല്ലാം സരസ്വതി പ്രസാദത്തിനു പകരം ദുഃഖം സ്വഭാവമായി വരുന്നു. ഋഷഗതൗ എന്ന ധാതുവിന് പ്രാപിക്കുക എന്നർത്ഥം. തപോനിഷ്ഠയിലിരിക്കവേ ആത്മാവിൽ പ്രകാശിച്ച വേദത്തെ പ്രാപിച്ചവർ, ദർശിച്ചവർ എന്ന് ഋഷി ശബ്ദത്തിനർത്ഥം. അജൻഹവൈ പൃശ്നിം സ്തപസ്യമാനൻ ബ്രഹ്മ സ്വംയദ്യാനർഷത് തദൃശയോ ഭവത്. തൈത്തരീയാരണ്യം. സ്വയംഭുവായ ബ്രഹ്മം ശ്രുതി തപസ്സു ചെയ്യൂ, തപസ്സു ചെയ്യുന്നവരെ പ്രാപിക്കയാൽ അവർ ഋഷികളായി ഭവിച്ചു എന്ന്, വേദത്തെ തന്നെ പ്രാപിച്ചു എന്ന് അവർ അതിൻ്റെ കർത്താക്കളല്ല. യുഗാന്തേ അന്തർഹിതാൻ വേദാൻ സേതിഹാസൻ മഹർഷയ ലേഭിരേ തപസാ പൂർവമനുജ്ഞാത സ്വയംഭുവ എന്ന് മനുസ്മൃതിയും. പരമാത്മപ്രകാശമുണ്ടാകണമെങ്കിൽ അത്രയും നിർമ്മലമായ യോഗികളുടെ ആത്മാവിൽ തന്നെ വേണം. അതിനാൽ വേദം ഒരുത്തനാൽ ഉണ്ടാക്കപ്പെട്ടതല്ല. മഹർഷിമാർ അങ്ങനെ പ്രകാശിപ്പിച്ചവർ മാത്രമാണ്. സർവഥാ അവർ പരമപ്രമാണഭൂതങ്ങളുമാണ്. യസ്യ നിശ്വസിതം വേദം. വേദങ്ങൾ
സർവേശ്വരന്റെ നിശ്വസിതങ്ങളാണ്. നൈഷസ്ഥാണോരപരാധോയ ദേനമന്ധോ ന പശ്യതി. സർവേശ്വരന്റെ നിശ്വസിതങ്ങളായ വേദങ്ങൾ നൈഷസ്ഥാണോരപരാധോയതേനം അന്ധോ ന പശ്യതി പുരുഷാപരാധ ഭവതി എന്ന പോലെ വേദം കൽപ്പമാണ്. വേദമെന്ന ആ സത്യം അത്രയും കൽപ്പനാസാമർഥ്യമുള്ള ബുദ്ധിയുടെയും അതിനെ ആസ്പദമായ വേദങ്ങളുടെയും നിലവെച്ചു നോക്കിയാൽ ആക്ഷേപം പോലും ഉത്കർഷത്തിലാണ് ഭവിക്കുന്നത്. അതുകൊണ്ടാണ് തനു വിസ്താരെ ത്രായതെ വിസ്തരിപ്പിക്കുക, മുക്തമാക്കുക, ഈ അർത്ഥത്തിൽ തന്ത്രം വരുന്നത്. തുടക്കത്തിൽ നാം പറഞ്ഞ അതേ സ്ഥലത്ത് എന്തിനെ വിസ്തരിപ്പിക്കണം? ഇന്ദ്രിയങ്ങളുടെ പിടിയിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കണം. സക്രിയ പദ്ധതികളിലൂടെ തന്ത്രം മനസ്സിനെ മുക്തമാക്കുന്നു. മന്ത്രവും ഇവിടെ സഹായത്തിനെത്തുന്നു. ശബ്ദം വൈദ്യുതോർജത്തെ വഹിക്കുന്ന തരംഗാവലികളാണ്. കൃത്യമായ ശബ്ദരാശിക്ക് ഇതിന് കഴിയുന്നു. അതാണ് മന്ത്രം. ധ്യാനം തന്ത്രത്തിലധിഷ്ഠിതമാണ്, സഗുണവും നിർഗുണവും. മന്ത്രങ്ങളും യന്ത്രങ്ങളും അതിന് സഹായങ്ങളുമാണ്. ഒരുവൻ തൻ്റെ മനസ്സിൻ്റെ സ്പർശമാവിനിയെ 360 ഡിഗ്രി തിരിക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ അതിക്രമിക്കുകയും ഈശ്വര സാക്ഷാത്കാരം നേടുകയും ചെയ്യുന്നു. ത്രായതേ രക്ഷിക്കുന്നു. കുണ്ടലിനി മൂലാധാരത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ആ കുണ്ടലിനിയെ മോചിപ്പിക്കുക, വിസ്തരിപ്പിക്കുക. അത് കഴിഞ്ഞാൽ അയാൾ എല്ലാ ഊർജത്തോടും കൂടിയവനാകുന്നു. തന്ത്രസാധന ഈ മോചനത്തിൻ്റെ പ്രത്യേക ശാസ്ത്രമാണ്. സാധകനെ ലൗകിക ബന്ധങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും ശാരീരികവും മാനസികവുമായ ആദിവ്യാധികളിൽ നിന്നെല്ലാം മോചിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്ത്രം ഔഷധവും തത്വചിന്തയുമാകും. ഇവിടെയാണ് നമ്മൾ ആ വൈകുന്നേരത്തെ ചോദ്യോത്തര ഭാഗം ഏതാണ്ട് സമഗ്രമായി തീർക്കുന്നത്. ചോദ്യം ശ്രീവിദ്യയായിരുന്നു. അസ്യ ശ്രീവിദ്യാ ത്രിപുരസുന്ദരി സ്തോത്ര മഹാമന്ത്രസ്യ ഭഗവാൻ ആനന്ദഭൈരവൈർഷി അമൃതഗായത്രി ഛന്ദഃ ശ്രീവിദ്യാ ത്രിപുരസുന്ദരീ ദേവത സംബീജം ഹ്രീം ശക്തിം ശ്രീം കീലകം ശ്രീവിദ്യാ ത്രിപുരസുന്ദരി പ്രസാദ സിദ്ധ്യർത്ഥേ ജപേ വിനിയോഗ എന്ന് എടുത്ത് അംഗന്യാസ കരന്യാസങ്ങളോടുകൂടി ഓം കഹ അങ്കുഷ്ടാഭ്യാം നമ, ഓം ഏല ഹ്രീം തർജനീഭ്യാം നമ, ഓം ഹസക മധ്യമാഭ്യാം നമ, ഓം ഹല ഹ്രീം അനാമികാഭ്യാം നമ, ഓം സകല ഹ്രീം കനിഷ്ഠികാഭ്യാം നമ, ഓം ശ്രീം കരതല കരപൃഷ്ഠാഭ്യാം നമ, ഓം കഹ ഹൃദയായ നമ, ഓം ഏല ഹ്രീം ശിരസേ സ്വാഹ, ഓം ഹസക ശിഖായൈ വൗഷഡ്, ഓം ഹല ഹ്രീം കവചായ ഹൂം, ഓം സകല ഹ്രീം നേത്രത്രയായ വൗഷഡ്, ഓം ശ്രീം അസ്ത്രായ ഭട്ട്, ഓം സിന്ദൂരാരുണ വിഗ്രഹം ത്രിനയനം മാണിക്യമൗലിസ്ഫുരത്താരാനായക ശേഖരം സ്മിതമുഖീമാവീനവക്ഷോരുഹം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതി സൗമ്യം രത്നഘടസ്ഥരക്തചരണം ധ്യായേത്പരാമംബികം. ഓം ക ഏ ല ഈ ല ഹ്രീം ഹസക ഹല ഹ്രീം സകല ഹ്രീം. ഇത് പഞ്ചദശാക്ഷരം. അവസാനത്തെ അക്ഷരം ഭാഗ്യമുണ്ടെങ്കിൽ
മഹാവേദ സത്യത്തെ അറിഞ്ഞ് ദുർഗാഷ്ടമി നാളിൽ ഗുരുവേഗ ശരണരായി ചെന്ന് ഉത്തമന്മാരായി പാരമ്പര്യത്തിലുള്ളവരായി തീർന്ന ഗുരുക്കന്മാരെ കണ്ട് നമസ്കരിച്ച് മഹാദേവിയെ നമസ്കരിച്ച് നേടിയെടുത്തുകൊണ്ട് ചോദ്യത്തിന് ഞാൻ ഏതാണ്ട് എനിക്കറിയും വിധം പാരമ്പര്യത്തിന് കോട്ടം വരാതെ ആ ഭാഗം ഞാൻ അവസാനിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. തെറ്റുകൾ എന്തെങ്കിലും, കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെയാണ്. പിന്നീട് പഠിക്കുകയോ അറിയുകയോ ചെയ്യുമ്പോൾ എന്നെ മാത്രം അതിന് കുറ്റപ്പെടുത്താം. ഈ അറിവിൻ്റെ എല്ലാ നല്ല വശങ്ങളും എൻ്റെ അല്ല, എൻ്റെ പൂർവ്വ പാരമ്പര്യത്തിൻ്റെയാണ്. എപ്പോഴെങ്കിലും ആദരവ് തോന്നിയാൽ അത് എന്നിലേക്ക് വേണ്ട. അതിൻ്റെ മയൂഖങ്ങളെല്ലാം എൻ്റെ പൂർവികരുടെ പാദാന്തികത്തിലായിരിക്കട്ടെ എന്ന് ഭക്തിപ്രശ്രയപൂർവം വിചാരിച്ച് നമുക്ക് തന്ത്ര ആഗമങ്ങൾ പറയുന്ന ഗുരുസങ്കല്പത്തിലേക്ക് മെല്ലെ ഒന്ന് ശ്രദ്ധിക്കാം. ഇന്ന് രാവിലെ എടുത്ത ക്ലാസ്സിൻ്റെ പൂർവ്വഭാഗം നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള അതിൻ്റെ ബാക്കിയല്ല. അതുകൊണ്ടാണ് ഞാൻ അവസാനം മന്ത്രം ഒന്നുകൂടി ഉച്ചരിച്ച് തന്നത്. പൂർവ്വഭാഗം വൈകുന്നേരത്തെ ചോദ്യോത്തര ക്ലാസ്സിലാണ് എടുത്തിരുന്നത്. അത് തീരാതിരുന്നത് കൊണ്ടാണ് ഒരറിവ് പകുതി വഴിക്ക് വെച്ച് വിട്ടു എന്ന് വരണ്ട എന്ന് വിചാരിച്ചാണ് തീർത്തത്. ഒരുമാതിരി പ്രയോജനപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. Am I right? ഈ ജഗത്തെല്ലാം ആരിൽ നിന്ന് ജനിക്കുന്നുവോ, ആരിൽ നിലനിൽക്കുന്നുവോ, ആരിൽ തന്നെ വീണ്ടും വിലയം പ്രാപിക്കുന്നുവോ, അതിനെയാണ് അറിയേണ്ടത്. അതിലാണ് ലയിക്കേണ്ടത്. അത്തരമൊരു അന്വേഷണം ആവിർഭവിക്കുന്നത് തൻ്റെ സ്ഥൂലവും സൂക്ഷ്മവും കാരണവുമായിരിക്കുന്ന ശരീരത്തെ നാശമില്ലാത്തതായി രക്ഷിക്കാൻ കഴിയുമോ എന്ന് ശരീരത്തിൽ ചേർന്ന് നിൽക്കുന്ന, കലർന്നു നിൽക്കുന്ന സൂത്രാത്മാവ് അന്വേഷണ ബുദ്ധിയെ ഉണർത്തുമ്പോഴാണ് കാമങ്ങളിൽ, കർമ്മങ്ങളിൽ തന്നെയും ചുറ്റുപാടുകളെയും മറന്നു മുഴുകുമ്പോഴൊന്നും ഈ ഒരു അന്വേഷണമോ ഈ ഒരു ബോധമോ ആർക്കും ഉദിക്കില്ല.
തൻ്റെ സങ്കല്പവും കാമവും കർത്തൃത്വ അഭിമാനവും ഭോക്തൃത്വ അഭിമാനവും നിരന്തരമായുണ്ടാക്കുന്ന കർമ്മകലാപങ്ങളിൽ ഓരോന്നും സങ്കല്പവേളയിലും കർമ്മവേളയിലും ഫലവേളയിലും ഒന്നുപോലെ വിജയിച്ചു പോകും വിധം സംഭവിക്കുമ്പോൾ കർമ്മത്തിൽ മുഴുകുന്നവന് തൻ്റെ കഴിവിൽ, തൻ്റെ വിജയത്തിൽ സംശയമുണ്ടാവില്ല. പ്രാപഞ്ചികമായ നിയമങ്ങളാണിതിനെ ഭരിക്കുന്നതെന്ന് ധരിക്കുകയും മറ്റൊന്നും അനുഭവവേദ്യമാക്കുവാൻ ദിവ്യമായില്ലെന്നും ഭൗതിക വസ്തുക്കളുടെ രാസപ്രവർത്തനം മാത്രമാണ് കർമ്മകാണ്ഡമെന്നും ദ്രവ്യങ്ങളുടെ രാസരസായനത്തിലാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതും നിലനിൽക്കുന്നതും അസ്തമിക്കുന്നതുമെന്നും സംശയിക്കുമ്പോൾ ദുഃഖങ്ങൾ കൊണ്ടും പരാജയങ്ങൾ കൊണ്ടും പോലും ജിജ്ഞാസയോ മറിച്ചൊരു ചിന്തയോ വരില്ല. ആദ്യത്തെ കൂട്ടർ തനിക്ക് താൻ പോന്നവരായി തന്റെ ഐതിഹാസിക ജീവിതത്തിലൂടെ മുന്നേറുമ്പോൾ കൂട്ടിയും കിഴിച്ചും പഠിച്ച കണക്കുകൾ തെറ്റുമ്പോഴാണ് തിരിഞ്ഞു നിന്ന് ഇതാരിലുണ്ടായി ആരിൽ നിലനിന്നാരിൽ അസ്തമിക്കുന്നു എന്ന് ആന്തരികമായി ചോദിക്കുന്നു. വിശാല വിശ്വവും സ്ഥൂല ശരീരവും എല്ലാം വിട്ട് ഏതോ മന്ത്രസ്വനം പോലെ തന്റെ അന്തർനിഹിത സത്യത്തെ തേടിയുള്ള തീർത്ഥാടനം മാനവൻ ആദ്യത്തെ കൂട്ടർ ആരംഭിക്കുന്നത് അവിടെ വെച്ച്. രാസരസായനങ്ങളിലൂടെ താനും ഈ പ്രപഞ്ചവും നിർണീതമായെന്ന് വിശ്വസിച്ച് ദ്രവ്യാനുഭൂതിയുടെ കൂട്ടിക്കിഴിക്കലുകളിലൂടെ ഇതിഹാസം നിർണയിച്ചു നീങ്ങുന്നവൻ അവന്റെ ബുദ്ധിയുടെ വിലാസത്തെ വെല്ലും വിധം
രാസരസായന തഥ്യ അനിശ്ചിതമാകുന്നൊരു മുഹൂർത്തത്തിൽ ഓർമ്മയിലെവിടെയോ താളം തെറ്റിയിട്ടെന്ന പോലെ ആശ്ചര്യചകിതനായി അയ്യോ എന്ന് വിളിക്കുന്നൊരു മുഹൂർത്തത്തിൽ, ഹാ കഷ്ടമെന്ന് പറയുന്നൊരു മുഹൂർത്തത്തിൽ അവാച്യമായ എന്തിനെയോ തേടി തിരിയാതിരിക്കില്ല. ഈ രണ്ട് ഘട്ടങ്ങളാണ് അതിലൊന്ന് ലയിക്കാൻ അവനെ പ്രേരിപ്പിക്കുന്നു. പല രൂപത്തിലും പല ഭാവത്തിലും വൈഷയിക സുഖങ്ങളെല്ലാം അതിതുച്ഛങ്ങളെന്ന് അവൻ അറിയുന്നത് അപ്പോഴാണ്. അവിടെ വെച്ചവൻ താൻ നേടിയതിനെ മുഴുവൻ നിസാരമെന്നറിഞ്ഞ് ആ മഹാസത്യത്തെ മാത്രം പുൽകാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യും. അവിടെയാണ് തനുത്രാണനത്തിൻ്റെ തന്ത്രാഗമങ്ങൾ ആവിർഭവിക്കുന്നത്. അതിദൗർലഭമായ ഭാഗ്യം അനിതര സാധാരണമായി ലഭിക്കുമ്പോൾ സ്വാഭാവിക ഭഗവത് സായുജ്യത്തിന് പലർക്കും സാധ്യതകളുണ്ട്. അത് സർവോത്തമമാണ്. ഉദ്യമമില്ലാതെ ലഭിക്കുന്ന അറിവും ഉദ്യമമില്ലാതെ ലഭിക്കുന്ന ആനന്ദവും ഉദ്യമമില്ലാതെ ലഭിക്കുന്ന സാക്ഷാത്കാരവും പൂർവപുണ്യാതിരേകം കൊണ്ടു മാത്രമാണ്. അത് അത്യുന്നതമാണ്. അവർക്ക് ധ്യാനവും ഏകാഗ്രതയുമെല്ലാം മധ്യമമാണ്. സ്തോത്രങ്ങളുടെ പാരായണവും പുരസ്ചരണവും എല്ലാം താഴ്ന്നതാണ്. ബാഹ്യാരാധനയും ആചാരങ്ങളുമെല്ലാം അവർക്ക് അത്യന്തം താഴ്ന്ന ശ്രേണിയിലുമാണ്. സാധക മനസ്സുകളുടെ ആന്തരവികാസവും മനോനിലയും അനുസരിച്ച് ബഹുമുഖങ്ങളും അനേകവിധങ്ങളുമായ പദ്ധതികളുണ്ട്. അതിലേക്കെല്ലാം ഈ ഘട്ടത്തിൽ രണ്ടു തരം മനസ്സുകളും തിരിയാതിരിക്കില്ല. അതുകൊണ്ട് തന്ത്രാഗമങ്ങൾ
ബാഹ്യാചാരങ്ങളുടെയും ആഘോഷങ്ങളുടെയും ബാഹ്യാലംബനം മുതൽ സവിശേഷവും സർഗാത്മകവുമായ ആന്തരികമായ തപസ്സു വരെ വൈവിധ്യമണ്ഡ പദ്ധതികളാണ്. പരിണാമത്തിന്റെ ഉന്നത ശ്രേണിയിലെത്തിയവർക്ക് ഭൗതികവും അർദ്ധഭൗതികവുമായ യാതൊരു ആലംബനത്തിൻ്റെയും സഹായം കൂടാതെ ഏകാഗ്രതയും ധ്യാനവും കൊണ്ട് ഈ സാക്ഷാത്കാരത്തിന്റെ സമുജ്വല പദവിയിലെത്തുകയും ചെയ്യാം. ഈശ്വര സാക്ഷാത്കാരം സ്വാഭാവികമായി നേടി ആയത് സ്ഥിരമായാൽ അതാണ് ഏറ്റവും ഉയർന്ന അവസ്ഥ. ഈശ്വരാനുഭവത്തിലെത്തി താതാത്മ്യം നേടുന്നതിന് ഒരു വിധത്തിലും ഏതെങ്കിലും വിശേഷവിധിയായ അനുഷ്ഠാനങ്ങളുടെ ആവശ്യം തന്നെ അവർക്ക് വരുന്നില്ല. ഇവിടെ സാമ്പ്രദായിക തഥ്യയുടെ അന്തരിന്ദ്രിയ തലങ്ങളിലേക്ക് അവരെയും കൂടി അവധാനതയോടെ കൈപിടിച്ചുയർത്തുന്നതിന് ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിൻ്റെ കൃപാകടാക്ഷം അനിവാര്യമാണ്. ഗുരുവിന് മേലെ സത്യമൊന്ന് വേറിട്ടില്ല. സാക്ഷാത്കരിക്കേണ്ട മഹാസത്യം രൂപമെടുത്തതാണ് മന്ത്രശരീരിയായ ഗുരു. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറയുന്ന ഓരോ കാര്യവും ശരീരിയായ ഗുരു എന്നല്ല, മന്ത്രശരീരിയായ ഗുരു. വിധാനദശയിൽ മന്ത്രശരീരി ആയിരിക്കണമെന്നില്ല. ഏതൊരു മന്ത്രശരീരിയായ ഗുരുവിൽ നിന്നാണോ സമാധിയുടെ അന്തരിന്ദ്രിയ ഭാവങ്ങളിൽ വെച്ച് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് അസ്നാവിരം അനുഭൂതികളുടെ ഘോഷയാത്രയുണ്ടായത് ആ ഗുരു വിധാനദശയിലിരിക്കുമ്പോൾ വ്യുത്ഥാനദശയിലേക്ക് എത്തുമ്പോൾ തന്റെ സങ്കല്പനങ്ങളുടെയും തന്റെ ശാരീരിക പ്രതിഭാസങ്ങളുടെയും തന്റെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ലോകങ്ങളിലേക്ക് കൂട്ടാൻ ശ്രമിക്കുമ്പോഴെല്ലാം പ്രിയപ്രിയങ്ങളുടെ ലോകങ്ങൾ ഉണ്ടാക്കിയാൽ അത് തനിക്കും സമ്പ്രദായത്തിനും സമാജത്തിനും ദോഷമെന്നറിഞ്ഞില്ലെങ്കിൽ ഇതുവരെ നേടിയവരെക്കാളെല്ലാം പ്രബലനായൊരുവനെ തനിക്കു പ്രിയങ്കരനായുണ്ടെന്ന് ലോകത്തെ കാണിക്കുവാൻ ശ്രമിച്ചോ
ഇതുവരെ നേടിയവനേക്കാളെല്ലാം കൂടിയ ഒരുവൻ തന്നോടൊപ്പമുണ്ടെന്ന് കാണിച്ചു അഹങ്കരിക്കുമ്പോഴെല്ലാം ജന്മജന്മാന്തരങ്ങളിലേക്ക് മോക്ഷമാർഗത്തിലേക്കുള്ള പ്രവേശന കവാടമടയ്ക്കുകയാണെന്ന് തന്നെയാണ് തിരിച്ചറിയേണ്ടത്. വിധാനദശയുടെ പ്രിയാപ്രിയങ്ങളൊന്നുമില്ലാതെ സമാധിയുടെ സമുജ്വല ഭൂമികയിൽ സദാ സഞ്ചരിക്കുന്ന സ്തോഭാദികളകന്ന മാനവതലം വെടിഞ്ഞ മന്ത്രസ്വരൂപിയായിത്തീർന്ന ഗുരു, അതാണ് നിങ്ങൾ ഇനി അങ്ങോട്ട് പരിചയപ്പെടുന്ന ഗുരു. ശരീരികളാരുമല്ല. ശരീരികളായ ഗുരുക്കന്മാരുടെ അകപ്പൊരുളസ്തോഭമായി വികസിച്ച് ആനന്ദം സഹജമായിത്തീർന്ന് വിലസുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ആ ഗുരുവിന് മേലെ സത്യമെന്നൊന്നുമില്ല. സാക്ഷാത്കരിക്കേണ്ട മഹാസത്യവും ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ഗുരു തന്നെയാകുന്നു. സത്യദർശന സാമർഥ്യമുണ്ടാക്കുന്നവനും അദ്ദേഹം തന്നെ. അദ്ദേഹത്തിന്റെ അനുഗ്രഹം തന്നെയാണ് പ്രസ്തുത സത്യവും. ആ സത്യത്തെ അതുമായി താദാത്മ്യം പ്രാപിക്കുവാൻ ശിഷ്യന് കഴിവേകുന്നത് ഗുരു തന്നെയാകും. ഗുരു എല്ലാ തരത്തിലും മാതൃകയാകേണ്ടതാകും. എല്ലാം നേടുന്നതിന് ഗുരു ശിഷ്യനെല്ലാമാകുന്നു. ഗുരുവിനപ്പുറം ശിഷ്യനെ സംബന്ധിച്ചൊന്നുമില്ലാതാകുന്നു. പാരസ്പര്യങ്ങളിൽ ഏറ്റവും ഉയർന്ന പാരസ്പര്യം ഭാരതം രൂപപ്പെടുത്തിയെടുത്ത അനിതര സാധാരണമായ പാരസ്പര്യ സങ്കല്പം, ദ ഐ ഓഫ് ദ സോൾ എന്ന്, ആത്മാവിൻ്റെ ചക്ഷുസ് എന്ന് പ്ലേറ്റോ വിവരിക്കുന്ന ഡയലക്റ്റിക്സ്, ഭാരതം പാരസ്പര്യങ്ങളുടെ നാടാണ്. ഏത് വിദ്യാഭ്യാസം കൊണ്ട്, ഏത് സങ്കല്പനങ്ങളെ കൊണ്ട് എന്ന് ഈ നാടിൻ്റെ പാരസ്പര്യങ്ങൾക്ക് കുറവ് വരുവാൻ തുടങ്ങിയോ അന്നു മുതൽ പാരസ്പര്യ സംവേദ്യമായ അറിവിന് ദാഹിക്കുന്ന ഭാരതം കലാപകലുഷിതമാവുകയാണ് ചെയ്തത്. പാരസ്പര്യങ്ങളുടെ ഈടുവയ്പ്പുകൾ നഷ്ടപ്പെടുകയും പാരസ്പര്യങ്ങൾ തകരുകയും ചെയ്ത നാടുകളിലാണ് മാനവചേതന എന്നും ദാരിദ്ര്യവും കലാപവും കണ്ടുപോന്നിട്ടുള്ളത്. അതുകൊണ്ട്
പാരസ്പര്യ സംവേദ്യമായ അറിവ്, ഭാര്യ, ഭർത്താവ്, മകൻ, മകൾ, ഇതൊക്കെ ആത്മാവിന്റെ പാരസ്പര്യമാണ്. ആത്മനിഷ്ഠമായ അനുഭൂതിയുടെ അന്തസ്ഥതലങ്ങളുമാണ്. ദൗർഭാഗ്യം കൊണ്ട് അവയൊക്കെ പാരസ്പര്യം അടിമത്തമാണെന്ന് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഭൗതിക സമത്വമാണ് ജീവിതമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതൃപ്തമായ കോശങ്ങളും കോശാന്തരങ്ങളും നിരന്തരമായ സർഗാത്മക വിനാശത്തിന് വിധേയമാകുമ്പോൾ പൊരുത്തപ്പെടാനാകാത്തവയെ പൊരുത്തപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന, അതിന് ഇംഗ്ലീഷിലൊരു വാക്കുണ്ടല്ലോ, അഡ്ജസ്റ്റ്മെന്റ്. നീ ശരീരമാണ്, ഞാൻ ശരീരമാണ്. നീ മകൻ, ഞാൻ അച്ഛൻ. അച്ഛൻ എന്ന നിലയിൽ നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായില്ല. സമത്വത്തിന്റെ ഭാഷയിൽ നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ ഞാൻ ഒന്നിച്ചു പോവില്ല. ഒന്നിച്ചു പോകാൻ, സാമ്പത്തികം പങ്കുവെക്കാൻ, ചുറ്റുപാടുകൾ കൊണ്ടുപോകാൻ, തൊഴിൽ കൊണ്ടുപോകാൻ നീ ഞാനും പൊരുത്തപ്പെട്ടേ പറ്റൂ. നീ ഭാര്യ, ഞാൻ ഭർത്താവ്. എൻ്റെ പാരമ്പര്യ ജനിതകങ്ങൾ ഒന്നുപോലും നിന്റെ വാക്കിനെ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ലോകരെല്ലാം അറിയും ഞാൻ എല്ലാമായി പൊരുത്തപ്പെടുന്നവനാണ്. അതിനെന്താ പേര് പറയുക? അതിൽ സാമർഥ്യമുള്ളവൻ എന്താ പേര് പറയുക? ഡിപ്ലോമാറ്റിക്. ഞാൻ വളരെ ഡിപ്ലോമാറ്റിക് ആണെന്ന് ലോകം പറയുന്നത് കൊണ്ട് ഇതെനിക്കിഷ്ടമായില്ലെങ്കിലും ഞാൻ ഡിപ്ലോമാറ്റിക്കായി ഇതിനെ തരണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. Am I right? ഇപ്പോഴുണ്ടാകുന്ന സംഘർഷങ്ങൾ, കോശാന്തര വ്യാപാരങ്ങളിൽ സംഭവിക്കുന്ന രാസപരിണാമങ്ങൾ, അറിവിന് സംഭവിക്കുന്ന ദൂഷിതമാനങ്ങൾ, അതുണ്ടാക്കുന്ന അന്തർസംഘർഷങ്ങൾ തനുവിനെ വിസ്തരിക്കുന്ന സന്തതി പരമ്പരകളായി വരുമ്പോൾ എത്ര ഇവൻ അഡ്ജസ്റ്റ് ചെയ്തുവോ, എത്ര ഇവൻ ഡിപ്ലോമാറ്റിക്കായോ, എത്ര ഇവൾ ഡിപ്ലോമാറ്റിക്കായോ, അത്രയും അടിച്ചു പൊളിച്ച് തകർക്കുമ്പോൾ തൻ്റെ അന്തക്ഷോഭങ്ങൾക്ക് പുത്രപൗത്ര പാരമ്പര്യത്തിലൂടെ ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിച്ചു നീങ്ങുമ്പോൾ തന്ത്രാഗമങ്ങൾ നിങ്ങളോട് പറയുന്നു, തനുവിനെ വിസ്തരിപ്പിക്കേണ്ടത് മനോജ്ഞങ്ങളായ വാക്കുകളും മനോമോഹനങ്ങളായ സന്തതികളും കൊണ്ടാണ്. അന്തക്ഷോഭമില്ലാത്ത അനവദ്യസുന്ദരമായ പാരസ്പര്യം കൊണ്ട്
പാരസ്പര്യം പുലർത്തുന്ന ഒരു കൂട്ടുകാരൻ, സഖി. ഭാരതം ലോകത്തിന് നൽകുന്ന പ്രത്യേകിച്ചുള്ള 2 പാരസ്പര്യങ്ങളാണ് സഹപാഠി പാരസ്പര്യവും ഗുരുശിഷ്യ പാരസ്പര്യവും. ഒന്നിച്ച് പഠിച്ചവർ, ഒരു ബെഞ്ചിലിരുന്നവർ. പാരസ്പര്യമൊന്ന് ഉലഞ്ഞപ്പോഴാണ് മഹാഭാരത യുദ്ധം കൊടുമ്പിരിക്കൊണ്ടത്. മനസ്സിലായില്ല? പാരസ്പര്യമൊന്ന് യോജിച്ചപ്പോഴാണ് കിങ്ങിണിയും മുരളിയും കൈവെടിഞ്ഞു കുരുക്ഷേത്ര സങ്കരത്തിൽ സാരഥിയായി വളർന്ന ദേവൻ താണു നിന്ന് കുചേലന്റെ കാല് 2 കഴുകിയത്. ഒന്നുളവാക്കുന്ന ശാന്തിയും ഒന്നുളവാക്കുന്ന അസ്വസ്ഥതയും വാചാമഗോചരമാണ്. Am I right? ഒന്നിച്ച് പഠിച്ച് ഒരു ബെഞ്ചിലിരുന്ന് വളർന്ന് ഒരുവൻ ചക്രവർത്തിയും മറ്റൊരുവൻ ദരിദ്രനായ ബ്രാഹ്മണനുമായി മാറി തൻ്റെ ഭാര്യയ്ക്ക്, തൻ്റെ കുഞ്ഞിന് ആഹാരം കൊടുക്കാൻ പോലും വിഷമിക്കുമ്പോൾ ഒരു തൊഴിലെങ്കിലും ലഭിക്കാൻ, ഒരാചാര്യനെങ്കിലും ആകാൻ തൻ്റെ പഴയ സുഹൃത്തിനെ തേടി പുറപ്പെടുന്ന ദ്രോണനെന്ന ദരിദ്ര ബ്രാഹ്മണന്റെ അന്തർഗതങ്ങളിൽ നിന്ന് ബ്രാഹ്മണ്യം വലിച്ചെറിഞ്ഞ് ക്ഷാത്ര തേജസ്സേറ്റി ഒരു ജനതയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തി, ഒരു സംസ്കൃതിയെ മുഴുവൻ തകർത്തെറിഞ്ഞ് തരിപ്പണമാക്കി കുലയേറ്റിയ വില്ലുമായി ബ്രാഹ്മണൻ അലയുമ്പോൾ രാജനിധികളുടെ രക്തം ചുവക്കുന്ന ചണ്ഡി യുദ്ധകാഹളമോതി ഉണരുന്ന കുരുക്ഷേത്രത്തിൻ്റെ രംഗവേദിയിലൂടെ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയം സഞ്ചരിക്കുമെങ്കിൽ മാനവ മഹാപാരസ്പര്യത്തിൻ്റെ നടുത്തളത്തിൽ പാരസ്പര്യം അകലുമ്പോൾ ജന്മജന്മാന്തരങ്ങളിലേക്ക് സംഭവിക്കുന്ന തീഷ്ണങ്ങളായ യുദ്ധകാഹളങ്ങൾ മുഴുവൻ വ്യാസമഹാപ്രഭു മാനവഹൃദയങ്ങൾക്ക് മനോജ്ഞമായി വർണ്ണിച്ചു കൊടുക്കുകയാണ്. എന്നെ കണ്ടൊന്നും മിണ്ടിയില്ലെങ്കിൽ, എനിക്കൊരുപകാരം ചെയ്യാൻ മടിച്ചെങ്കിൽ, എന്റെ കൂടെ ഇരുന്നവൻ എന്നെ കണ്ടിട്ടൊരൽപ്പം ഹുങ്ക് കാണിച്ചെങ്കിൽ, അമ്മന്റെ വംശം മുഴുവൻ തകരുന്നതിനാഗ്രഹിക്കുന്ന ഒരു മനസ്സിന്റെ അന്തർഗതങ്ങൾ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ നിന്ന് പൊട്ടിവിടരുമ്പോഴും രാജഗർവിന്റെ രംഗവേദികളെ താഴെ ഇറക്കുവാൻ, തകർത്തു തരിപ്പണമാക്കുവാൻ, പുത്രപൗത്ര ലോകങ്ങളെ മുഴുവൻ നിത്യമായ മരണനൃത്തത്തിലേക്ക് തള്ളിവിടുവാൻ കഴിയുന്നൊരു ഇതിഹാസം. ഭാവന ചെയ്യാൻ കഴിയുമോ? തൻ്റെ കൊട്ടാര വാതിൽക്കലെത്തി ഒന്നു മുഖം കാണിക്കുവാൻ സമയം ചോദിച്ചപ്പോൾ സമന്മാരെ മാത്രമേ ദർശിക്കൂവെന്ന് പറഞ്ഞ് തിരസ്കരിച്ച ദ്രോണന്റെ വേദനയുമായുള്ള യാത്രയിൽ പാണ്ഡവ കൗരവ സന്തതികളെ തൻ്റെ അന്തർഗതങ്ങൾ പഠിപ്പിച്ചു വളർത്തി ഗുരുദക്ഷിണയായ ആ ദ്രുപദനെ കൈകാലുകൾ ബന്ധിച്ച് മുമ്പിൽ കൊണ്ടുവന്നിട്ട് കളിക്കുമ്പോൾ
ആ ദ്രോണനെ വധിക്കുവാനുള്ളൊരു പുത്രനു വേണ്ടി യാഗം നടത്തുമ്പോൾ തന്നെ രക്ഷിച്ച അർജുനന് വേണ്ടി കൊടുക്കുവാൻ ഒരു പുത്രിക്കായി യാഗം നടത്തുമ്പോൾ ദ്രോണന്റെ തലയെറുക്കുന്ന പുത്രന് പകരം പാഞ്ചാലിയുടെ പുത്രന്മാരെ മുഴുവൻ ചുട്ടുകൊല്ലുന്ന ദ്രോണപുത്രനിലേക്ക് പാരമ്പര്യ ജനിതകങ്ങൾ വികസിച്ച് വിസ്തരിച്ചു പോകുമ്പോൾ മാനവൻ അത്ഭുതപ്പെട്ട് തൻ്റെ അന്തർഗതങ്ങളിലേക്ക് നോക്കേണ്ടത് വാക്കുകളിലും സന്തതികളിലും ഈ ലോകത്ത് താൻ വിസ്തരിപ്പിക്കുന്നതെല്ലാം അഗാധമായൊരു ശാന്തിക്ക് വേണ്ടിയാകണമെന്നതിനു പകരം ആധുനികതയുടെ സമത്വസുന്ദരമായ ഭൗതിക ലോകങ്ങളിൽ നാം ഇറക്കി വെക്കുന്ന ചുമടുകൾ അത്രയും ഭാരിച്ചവയാകുന്നുവെന്ന്. വ്യാസന്റെ ഗദ്ഗതം മറുപുറത്തൊന്നിച്ചിരുന്ന് പഠിച്ച് വിശപ്പിന്റെ കൂടുതൽ കൊണ്ട് സുഹൃത്തിന്റെ അവൽ കൂടി തിന്ന് ചെറുപ്പം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തൻ്റെ ദാരിദ്ര്യമകറ്റാൻ ഒരു പിടി അവലുമായി സുഹൃത്തിനെ കാണാൻ ചെല്ലുന്ന ഒരു കാഴ്ചയിൽ അവലിതെന്ന് ചോദിക്കാതെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ അർത്ഥ സൗഭഗങ്ങൾ മുഴുവൻ നൽകി ആദരിക്കുമ്പോൾ മനസ്സും ശരീരവും ശാന്തമാകുന്നൊരു ഇതിവൃത്തത്തിനും ഇതിഹാസത്തിനും വ്യാസൻ ചുവടുവെക്കുകയാണ്. കേവലം സൗഹൃദപരമായൊരു പാരസ്പര്യത്തിന് പോലും അസ്നാവിരമന്തരിന്ദ്രിയ ഭാവങ്ങളിൽ ഇത്ര ജാജ്വല്യമാനമായ തലങ്ങളുണ്ടെങ്കിൽ പിതാവും പുത്രനും മാതാവും മാതാമഹിയും പുത്രിയും സഹോദരങ്ങളും ഒക്കെ ഭൗതിക യാഥാർത്ഥ്യങ്ങൾക്കപ്പുറം അനുസ്യൂതതയുള്ള ജീവിതത്തിൻ്റെ തനുവിസ്താര കലനാവൈചിത്ര്യമുള്ള ലോകമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന തന്ത്രം ഗുരുശിഷ്യ പാരസ്പര്യത്തിന് സർവോപരി സ്ഥാനം നൽകുന്നതാണ്. അറിയുന്നവനായ ഗുരുവിൻ്റെ ലാളിത്യവും സ്തോഭങ്ങളില്ലാത്ത നിലയും ഏതപായത്തിലും അനുഗ്രഹം മാത്രം പൊഴിക്കുന്ന വചസ്സുകളും ഏതപകടത്തിലും നിലനിൽക്കുന്ന ശാന്തിയും
നിലയിൽ എപ്പോൾ വിളിക്കുമ്പോഴും മന്ത്രസ്വനം പോലെ തൻ്റെ ഹൃദയത്തിൽ മധുരമന്ത്രമായുദിച്ച് സമാധാനിപ്പിക്കുന്ന കഴിവും ഭാരതീയ ഗുരുഗൗരവത്തിൻ്റെ അത്യന്ത ശ്രദ്ധേയങ്ങളായ ഇതിഹാസങ്ങളാണ്. ആധുനിക വിദ്യാദാന പാരമ്പര്യത്തിൻ്റെ ലോകങ്ങളിലൂടെ കടന്ന് അറിവെന്നത് അന്തക്ഷോഭമുണ്ടാക്കുന്ന പ്രാതിയൗകിക പ്രതിഭാസമാണെന്ന് പഠിച്ചതുകൊണ്ട് ഇതറിയാനൊരു തടസ്സമുണ്ട്. പ്രാതിയൗകിക വിദ്യാഭ്യാസത്തിന്റെ തലങ്ങളിൽ നിന്ന് പാരസ്പര്യമുള്ള കുടുംബജീവിതമോ പാരസ്പര്യമുള്ള സാമൂഹിക ജീവിതമോ ഇന്ന് അസാധ്യമായി തീർന്നിട്ടുമുണ്ട്. അവയെ സാധ്യതകളിലേക്ക് കടത്തിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വൈദിക വിഭൂതിയുടെ വാങ്മയങ്ങളെ അവയർഹിക്കുന്ന ആഴത്തിലും ഗൗരവത്തിലും പഠിക്കുവാൻ പുത്തൻ തലമുറകൾക്ക് കഴിയുമ്പോൾ മാത്രമാണ്. അതിനാകട്ടെ മാനവചിന്തയെ പാരസ്പര്യത്തിലേക്ക് പാരസ്പര്യ പ്രചോദിതങ്ങളായ ഭാവതലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ചിന്തിക്കുമ്പോൾ പോലും കോശാന്തരങ്ങൾ ശാന്തിയുടെ മിന്നലാട്ടം അനുഭവിക്കുകയും ചെയ്യും. സ്വാതന്ത്ര്യത്തിലല്ല, പ്രേമത്തിലാണ് പാരസ്പര്യം ആന്തരികമാകുന്നത്. അതിവിശുദ്ധമായ പ്രേമതൽപ്പങ്ങളിൽ വച്ചാണ് പാരസ്പര്യം ചാരിതാർത്ഥ്യമടയുന്നത്. പുത്രനെ സ്വതന്ത്രനാക്കി, പുത്രിയെ സ്വതന്ത്രയാക്കി, ഭർത്താവിനെ സ്വതന്ത്രനാക്കി, ഭാര്യയെ സ്വതന്ത്രനാക്കി കൊടുക്കുന്ന ഒരു പ്ലാവിലെ കഞ്ഞിക്ക് പോലും ആരോഗ്യവും ആനന്ദവും സുഖവും ഉണ്ടാവില്ല.
പ്രേമതൽപ്പത്തിൽ വിളമ്പുമ്പോൾ ഊറ്റിക്കളയുന്ന പഴം കഞ്ഞിവെള്ളം പോലും ആരോഗ്യവും അമൃതുമായി മാറുകയും ചെയ്യും. Am I right? Am I right? എല്ലാമുണ്ട്, എത്രയുമുണ്ട്. വിളമ്പുന്നത് കോളാമ്പിയിലായാലോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. Is it true? എൻ്റെ വീട്ടിലെല്ലാം ഉണ്ട്, എല്ലാ സൗഭാഗ്യങ്ങളും, ഒന്നിനും ഒരല്ലലുമില്ല. പക്ഷെ വിളമ്പിത്തരുന്നത് സ്വർണ്ണക്കോളാമ്പിയിലാണ്. കോളാമ്പി സ്വർണം കൊണ്ടുള്ളതായാലും അറപ്പുളവാക്കുന്നതാണ്. പാരസ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കോളാമ്പിയിൽ വിളമ്പില്ല. കോളാമ്പിയിൽ വിളമ്പ് വിതിൻ ഇൻവേർട്ടഡ് കോമാസ്. എഴുതുക അല്ലാത്തതുകൊണ്ട് കോമ വരച്ച് കാണിക്കാനാവില്ല. പ്രേമമില്ലാത്തിടത്ത് നിങ്ങളെ നിങ്ങൾ വാക്കുകളിലൂടെ വികൃതമായി വ്യക്തമാക്കും. എനിക്ക് നിന്നോട് പ്രേമമില്ലെന്നും എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും നാം തമ്മിൽ യോജിച്ചു പോകുന്നില്ലെന്നും യോജിക്കുകയില്ലെന്നും എല്ലാം ഞാനും നീയും തമ്മിലുള്ള ഈ കൊടുക്ക വാങ്ങലുകളും ഇടപാടുകളുമെല്ലാം ഗണിതയുക്തിയിലാണെന്നും ഇതിനെല്ലാം ഞാൻ കണ്ടെത്തിയിരിക്കുന്ന സൊല്യൂഷൻ ഈ ജന്മം ഇങ്ങനെയായതിനൊരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷൻ ആണെന്നും അതുകൊണ്ട് ആരുടെ മുമ്പിൽ വെച്ചും എവിടെ വെച്ചും എന്നെ ഞാൻ വ്യക്തമാക്കുമ്പോഴെല്ലാം എൻ്റെ എല്ലാ ആയുധങ്ങളും സജീവമായി ചേർത്ത് വെച്ചേ ഞാൻ വ്യക്തമാക്കൂ എന്ന് തീരുമാനിക്കുകയും ചെയ്യും. വ്യക്തി അവനെ അന്യനോട് വ്യക്തമാക്കുമ്പോഴെല്ലാം എത്രത്തോളം മൂർച്ചയുള്ള ആയുധങ്ങൾ കൂടെയുണ്ട്, എത്ര ഒളിപ്പിച്ചു വെച്ച ആയുധങ്ങളുടെ ചണചണൽക്കാരം കേൾക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഹൃസ്പന്ദത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം നാളെ താപത്തിൻ്റെയും കോപത്തിൻ്റെയും രോഗങ്ങളാണ്. നിങ്ങളെങ്ങനെ ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും എന്തെല്ലാം വിദ്യ പഠിച്ചാലും നിസ്തുലമായ പ്രേമത്തിലേക്ക് അനുഷ്ഠാനപൂർവകമായി വിശ്വോദാരമായി വികസിക്കുന്നതുവരെ നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ വികൃതമായി കൂടിയിരിക്കുന്നുണ്ടാവും. Is it true? Is it true? നിങ്ങളുടെ ഭാഷയിൽ കുത്തുവാക്കുകളുണ്ട്, ശരിയല്ല? കൊത്തും കോളും വെച്ച വാക്കുകളെന്ന് പറയും, ശരിയായിരിക്കുമോ? ആക്ഷേപഹാസ്യം വേറെയാണ്, അത് നന്നാകാൻ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ പ്രകടമാണ്, അതൊക്കെ പ്രേമത്തിൻ്റെ ഭാവങ്ങളായി നന്നായി പറയുകയും ചെയ്യാം. കുത്തുവാക്കുകൾ അവയല്ല.
വെടിയുണ്ട കയറുന്നത് പോലെ കയറുന്ന വാക്കുകളുണ്ട്. സിനോട്ട് എന്നാൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, മനസ്സിലായില്ല. അതിന് ഞാൻ നിങ്ങളോട് വല്ലതും പറഞ്ഞു? അല്ലേ? ഇത്രയൊക്കെ പറയാൻ ഇവിടെ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ലല്ലോ. ശരിയാണോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതോരോന്നും നിങ്ങളുടെ കോശവിഭൂതികളിലെ ദേവതകൾ സ്മരണയിലും അനുക്രമണികയിലും കൃത്യമായി സൂക്ഷിച്ചാണ് നിങ്ങളുടെ കർമ്മപദ്ധതികളുടെ ലോകങ്ങൾ ഉണരുന്നത്. ഇവിടെയാണ് പാരസ്പര്യത്തിന് വലിയ അർത്ഥവും വ്യാപ്തിയുമുള്ളത്. പാരസ്പര്യങ്ങളിൽ ഏറ്റവും ഉദാത്തമായത് ഗുരുശിഷ്യ പാരസ്പര്യം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരേണ്ടിയിരുന്നത് പാരസ്പര്യം എന്താണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിസ്തരിച്ചത്. പാരസ്പര്യം എന്താണെന്നറിയാൻ ഫീസ് കൊടുക്കാൻ താമസിക്കുകയും ഇറക്കി നിർത്തുകയും സ്കൂളിൽ ഇറക്കി നിർത്താൻ വരെ അവസരമുണ്ടാക്കുകയും നീന്ന് പഠിക്കാൻ പോകണ്ടെന്ന് പറയുകയും, മനസ്സിലായില്ല, പറഞ്ഞത് കേൾക്കാത്തതിന് വീടിന് വെളിയിൽ പിടിച്ച് കിടത്തുകയും, മനസ്സിലായി, രാത്രിയിൽ ഭയചകിതനായിരിക്കുന്നവനെ തന്തയുടെ ശാസനം കൊണ്ട് തള്ള കതകടച്ച് വെളിയിലിട്ട് വിറച്ച് വിറങ്ങലിച്ച് ഒരു രാത്രി എങ്ങനെ കഴിച്ചുകൂട്ടിയെന്നറിയാതിരിക്കുകയും ചെയ്യുന്നൊരു മകൻ അധ്വാനിച്ചും വിയർത്തും കൊണ്ടുവന്ന് ആ അച്ഛനമ്മമാരെ പൊന്നുപോലെ നോക്കുമ്പോൾ, മനസ്സിലായില്ല, പാരസ്പര്യം എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. താൻ ജോലി ചെയ്യുന്നിടങ്ങളിൽ, താൻ സഞ്ചരിക്കുന്നിടങ്ങളിൽ വേദനിക്കുന്നൊരാളെ കാണുമ്പോഴെല്ലാം അത് തൻ്റെ അമ്മയാണോ തൻ്റെ അച്ഛനാണോ എന്ന് ചിന്തിക്കുന്നതിലേക്ക് വരെ മാനവ പാരസ്പര്യം വികസിക്കും. ലോകത്തെവിടെ ഒരു കുഞ്ഞ് മുലപ്പാലിനു വേണ്ടി, ആഹാരത്തിനു വേണ്ടി കരയുമ്പോഴൊക്കെ മാതൃത്വമുള്ള ഏതൊരമ്മയുടെയും മുല ചുരക്കുകയും എവിടെയും ആ കുഞ്ഞിൻ്റെ വായിൽ വച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും ഒന്ന് തേടിപ്പിടിക്കുകയും അതിനെ സമാധാനിപ്പിക്കുന്നതിന് കഴിയാതെ നിൽക്കുന്നവരെ അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വോദാരമായൊരു മാതൃത്വത്തിലേക്ക് വികസിക്കുവാനാണ് വിവാഹം കഴിക്കുന്നതും മാതാവാകുന്നതും. അല്ലാതെ സമ്പാദിച്ചു കൂട്ടുവാനല്ല. വിശ്വമാതൃത്വത്തിൻ്റെ മഹനീയ സീമയിലേക്ക് ഉയരുമ്പോൾ അനുഭവിക്കുന്ന അവാച്യമായൊരു ആനന്ദാനുഭൂതിയാണ് വാർദ്ധക്യത്തെ മനോജ്ഞവും സമുജ്വലവുമാക്കുന്നത്. അത് ആരോഗ്യത്തിൻ്റെയും അനിതരസാധാരണമായ ആനന്ദത്തിൻ്റെയും അസുലഭ സൗഭാഗ്യമാണ്.
പാരസ്പര്യങ്ങളെല്ലാം തികഞ്ഞും നിറഞ്ഞും വികസിച്ചിട്ടാണ് മാനവൻ അത്യുജ്വല പാരസ്പര്യമായ രക്തബന്ധമില്ലാത്ത ഗുരുശിഷ്യ പാരസ്പര്യത്തിന്റെ ലോകങ്ങളിലേക്ക് ഉയരുന്നത്. ഗുരുവും ശിഷ്യനും എന്നത് ഭാരതീയ ഋഷികുലം വേദങ്ങൾ കടഞ്ഞെടുത്ത വെണ്ണയാണ്. ശ്രുതി നവനീതമെന്ന് ഏതിനെങ്കിലും പറയാമെങ്കിൽ സൗദ നവനീതമാണ് ഗുരുശിഷ്യ പാരസ്പര്യം. രാവിലത്തെ ആഹാരത്തിനുള്ള സമയമായതുകൊണ്ട് നമുക്ക് ആഹാരം കഴിഞ്ഞ് കാണാം.